ഘടകം നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. കൂടുതൽ പേർ ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി അവിടേക്ക് എത്തുന്നു. വലിയ ഒരു വിവാഹ ചടങ്ങായി അത് മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടേക്ക് എത്തുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എ റഹീം MP ആണ്. എ റഹീം MP ആ വിവാഹത്തിൽ പങ്കെടുക്കാനായി അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ ഇതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ മാറുകയാണ്. യഥാർത്ഥ കേരളത്തിൻ്റെ സ്റ്റോറി ഇന്ത്യക്കും ലോകത്തിനുമൊക്കെ പരിചയപ്പെടാൻ പറ്റുന്ന മറ്റൊരവസരം കൂടി മൊണാലിസയുടെ വിവാഹത്തിലൂടെ എത്തുകയാണ്. വി അരുൺ അവിടെ തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എ റഹീം MP എത്തുന്നതാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഉടൻ എത്തുമെന്നറിയുന്നു. വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും എത്തുമെന്നറിയുന്നു. എന്താണ് അവിടെ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത്? CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ തന്നെ എ റഹീം, CPM ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയുള്ള എ റഹീം ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അല്പസമയത്തിനകം എത്തിച്ചേരും. നേരത്തെ 2 തവണ ഈ മൊണാലിസ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് അറിയാവുന്ന ക്ഷേത്രമാണ്. ഇവിടെ ഉള്ള ഒരു വരുമാന സ്വദേശിയായ ഒരു ക്യാമറാമാൻ, അദ്ദേഹമാണ് ഇവിടെ ക്ഷേത്രവുമായി ഇവരെ പരിചയപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് അവർ ഇവിടെ കഴിഞ്ഞ ഉത്സവത്തിനുമൊക്കെ ഇവിടെ വന്നു പോയത്. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ ക്ഷേത്രം അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ഇവിടേക്ക് എത്തുകയാണ്. എ റഹീമുണ്ട്, MV എ റഹീമുണ്ട്. റഹീമിന്റെ ഒക്കെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവാഹം സ്വർഗത്തിൽ എന്നല്ലേ പറയുന്നത്, അല്ലേ? ആ സ്വർഗാണ് കേരളം. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കേരളം അവർ പോലീസോട് പറഞ്ഞത് മനസ്സിലാക്കുന്നത് അവരങ്ങനെ ഇവിടെ പറ്റുള്ളൂ എന്നുള്ളത്? അത് യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം ഇതാണ് കേരളം. അതാണ് കേരളം കമ്മ്യൂണൽ ഹാർമണിയുടെയും മാനവ സൗഹൃദത്തിന്റെയും ഇടം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് നമുക്ക് ഏത് മതത്തിൽപ്പെട്ടവർക്കും പരസ്പരം വിവാഹം കഴിക്കാനുള്ള അവകാശം, അല്ലേ? വൺ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. പക്ഷെ അതേസമയം അത് ഇന്ത്യയിൽ എല്ലായിടത്തും സാധ്യമാകുന്നില്ല. അത് നിർഭയം സാധ്യമാകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേര് കേരളം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും പറയുന്നു വിവാഹം സ്വർഗത്തിലാണെന്ന്. അതെ, ആ സ്വർഗത്തിന്റെ പേരാണ് കേരളം. CPM എങ്ങനെയാണത്? CPMിലേക്ക് എങ്ങനെയാണ് മൊണാലിസ എത്തിയത്? അത് എത്തിയത് വളരെ ഞങ്ങളിലേക്കൊന്നും എത്തുകയല്ല. ഇത് യാദൃശ്ചികമായി അവര് ഈ പറയുന്ന വിവരം പറഞ്ഞ് ഞങ്ങൾ എത്തുന്നതാണ്. അവരുടെ വിവാഹം നടക്കുന്നു എന്നറിഞ്ഞ് ആ വിവാഹം നടത്തി അതൊക്കെ അവർ തെരഞ്ഞെടുത്ത ഞങ്ങള് വിവാഹം കഴിഞ്ഞിറങ്ങുന്നവരെ ഞങ്ങൾ അഭിനന്ദിക്കാനും വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവരെ തയ്യാറാക്കിയത്. ഞങ്ങൾക്ക് അതിൽ റോളില്ല. ഓക്കെ, അതാണ് എ റഹീം. വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു പറയുമ്പോൾ ആ സ്വർഗം കേരളമെന്ന് ആണ് എ റഹീം MP പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.